19 മിനിറ്റേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇത് മുഴുവൻ കാണുക. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും എന്നെ പറയാറുണ്ടെങ്കിൽ പറയാം. എനിക്ക് ആരുടെ ഹേറ്റ് വാങ്ങിച്ചെടുക്കാൻ താല്പര്യമില്ല. ഞാൻ തിരിച്ചാർക്കും ഹേറ്റ് കൊടുക്കാറുമില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ഈകള് തുറന്നൊരു കാര്യം പറഞ്ഞ ഞാൻ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനോടൊന്നും എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. വിത്ത് ഓൾ ദ ഡ്യൂ റെസ്പെക്ട്സ് ഞാൻ ഒരു കാര്യം പറയാം. ചാറ്റിൽ വരുന്നത് കണ്ട് എൻകറേജ് ചെയ്യുന്ന സ്ട്രീമേഴ്സ് ഓക്കെ, അത് ഒരു പ്രാവശ്യം ഉണ്ടായത് ഈകൾ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തതാണ്, കൊച്ചാപ്പിയുടെ കേസ്. പിന്നീട് അല്ലെങ്കിൽ എന്റെയോ ഷെയ്ക്കിന്റെയോ ചാറ്റിലുള്ള മോഡ്സ് ആയാലും വ്യൂവേഴ്സ് ആയാലും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ കഴിഞ്ഞ 2 ദിവസം മുന്നത്തെ I have something to tell you. ആയാലും വ്യൂവേഴ്സ് ആയാലും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ കഴിഞ്ഞ 2 ദിവസം മുന്നത്തെ ലൈവിൽ വരെ TVNA പറഞ്ഞ സാധനം ഞാനാണ്, മോഡ്സ് അല്ല. ഞാൻ കണ്ടറിയാം. ഞാൻ വേണേ അത് 3-4 മണിക്കൂറത്തെ ലൈവിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ക്ലിപ്പ് തരാം. ഞാനാണ് പേഴ്സണലി അത് എടുത്ത് ഹൈഡ് ചെയ്ത് വിടുന്നത് ചാനലിൽ നിന്ന്. എൻ്റെ മോഡ്സിന്റെ പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതിന് മുന്നേ അയച്ചിട്ടുള്ള മെസ്സേജുകളുടെ ഫുൾ സ്ക്രീൻഷോട്ട്സ്, അല്ലെങ്കിൽ ഇതിന് മുന്നേ, അതായത് ഈ സംസാരങ്ങൾ മിസ്റ്റേക്ക്, താങ്ക് യു ഫോർ ദ 2.79 സൂപ്പർ ചാറ്റ്. ഷട്ട് ദ ഫക്ക് അപ്പ് പ്ലീസ്. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. പ്ലീസ് പ്ലീസ് ഗൈസ്, പ്ലീസ് ലെറ്റ് മീ ടോക്ക്. പറയട്ടെ, ഞാൻ എൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ ഓപ്പൺ ചാലഞ്ചാണ് എൻ്റെ, മനസ്സിലായോ? ഞാൻ ഓപ്പൺലി പറയാം. എൻ്റെ മോഡ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇതിന് മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം മോഡ്സ് ഗ്രൂപ്പ് തുടങ്ങിയ ഒരാളല്ല. കുറച്ച് നാളായിട്ടുള്ളെങ്കിൽ പോലും, നമ്മൾ ഇതിനകത്ത് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, ഓക്കെ സമ്മതിക്കാം. പക്ഷെ എന്നാൽ പോലും ഇതിന് മുന്നേ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഓപ്പൺലി പുറത്തെടുത്ത് തരാൻ ഞാൻ തയ്യാറാണ്. ഓപ്പണായിട്ട് ഞാൻ ഇതിന് മുന്നേ അയച്ചിട്ടുള്ള ഡേറ്റ് അടക്കമുള്ള മെസ്സേജസ് ഞാൻ എടുത്തു തരാം. അതിൻ്റെ അകത്ത് ഈ ഇന്നലെ നമുക്കെതിരെ ഉണ്ടായ ഒരു അലിഗേഷൻ ആണ്, ചാറ്റിൽ വരുന്നവരെ എൻകറേജ് ചെയ്യുന്നു, ചാറ്റിൽ അങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന, ഞാൻ പേര് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ പറയുന്നവരെ ഇത് എൻകറേജ് ചെയ്യുന്നു. അതിനെതിരെ അങ്ങനെ ചെയ്യുന്നവർക്ക് സ്പോട്ടിൽ ബാൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞ എത്ര ചാറ്റ് ഞാൻ തരാൻ ഞാൻ ഇപ്പം റെഡിയാണ്. ഈ നിമിഷം ഓപ്പൺ ചലഞ്ചാണ്. ചോദിച്ചാൽ ഞാൻ പേഴ്സണലി അയച്ചു തരാം. ഈകളെ പേഴ്സണലി ഞാൻ അയച്ചു തരാം. സീരിയസ്ലി കാര്യമായിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു സാധനം ഇവിടെ ആരും എൻകറേജ് ചെയ്യുന്നില്ല. അതറിയാതെ നമ്മളിൽ ഒരുപാട് പേരെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ പറ്റി പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വളരെ വളരെ ഒരു വൃത്തികെട്ടൊരു അവസ്ഥയാണ്. നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഭയങ്കര വൃത്തികെട്ടൊരു അവസ്ഥയാണ്. കാരണം നമ്മളത് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു എന്ന് ഒരാൾ പറയുമ്പോഴത്തേക്കും അത് അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണം. ഇന്നലെ പറഞ്ഞത് എല്ലാവർക്കുമാണ് കൊണ്ടത്, മനസ്സിലായില്ലേ? അത് തന്നെയല്ല. എനിക്ക് ഏറ്റവും പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഈ ലൈവിൽ ഞാൻ വന്നിട്ട് വേറെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബാഡായ ഒരു കാര്യം എന്ന് പറയുന്നത് തൊപ്പി ഇതിനകത്ത് ഡ്രാഗ് ആക്കിയത് തന്നെയാണ്. ടു ബി വെരി ഓണസ്റ്റ്, എന്തൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ബാക്കി എല്ലാം അവരവർ പറഞ്ഞെങ്കിൽ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവരവരുടെ കാര്യം പറഞ്ഞു കാണും. പുള്ളി റിയാക്ട് ചെയ്ത് കാണും. ചാറ്റിന് ഈഗിൾ ബ്രോയുടെ ചാറ്റിൽ വന്ന ചാറ്റിന് റിപ്ലൈ കൊടുക്കേണ്ടതിന് പകരം നമ്മുടെ മെമ്പേഴ്സിനെ വെച്ചിട്ട് എന്നെ ഷെയ്ക്കിന്റെ പേരൊക്കെയാണ് അവിടെ വന്നതെന്ന് മനസ്സിലായത്. നമ്മളോടാണ് റിപ്ലൈ തരുന്നത്. ചാറ്റിന് റിപ്ലൈ കൊടുക്കേണ്ടത് ചാറ്റിനോടാണ്, അല്ലെങ്കിൽ ആ ഹെയ്റ്റ് കമന്റ് അവിടെ വന്നിരുന്ന കമന്റ്സ് ഇടുന്നവരോട് റിപ്ലൈ പറയുന്നതിന് പകരം അതിനകത്തേക്ക് തൊപ്പീനെ ഡ്രാഗ് ചെയ്തതിൽ എനിക്ക് വേറെ ഞാൻ പറയാലോ, ലിറ്ററലി എനിക്ക് വേറെ ഒരു കാര്യം സംസാരിക്കാനില്ല ഇവിടെ. എനിക്ക് ഇതിനകത്ത് ബാക്കി എന്തൊക്കെ എന്റെ കാര്യം പറഞ്ഞു, ഷെയ്ക്കിന്റെ അതൊന്നും എനിക്ക് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിക്കുകയും വേണ്ട എനിക്ക്. പക്ഷെ തൊപ്പീനെ പറഞ്ഞത് എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം അത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ഇതൊന്നും അറിയുന്നില്ല. അവന്റെ ഒരു ഡൗൺ ടൈമിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അവന്റെ കാര്യങ്ങൾ നോക്കി അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിമിലേ ഇല്ല അവൻ ഈ ഒരു ഫ്രെയിമിലില്ല. ഇപ്പൊ ഈ നടന്ന സംഭവത്തിൽ അവന്റെ ഫ്രെയിമില്ല. പിന്നെ ഇന്നലെ എന്തോ അന്ന് ദൈവത്തിനെ മാത്രമേ പേടിയുള്ളൂ, അതിനകത്ത് ഈഗിളിനെ പേടിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈഗിൾ പല പ്രാവശ്യം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരും പേടിയില്ല എന്നുള്ളത്. അപ്പൊ അതുപോലൊരു ബേസിക് കാര്യമാണ് അവൻ പറഞ്ഞത്. അത് ബീജിയം കയറ്റിയിടുന്ന കട്ട്സ് ഇറക്കുന്നവർ അങ്ങനെ ഇട്ടെങ്കിലും അവൻ പറഞ്ഞത് അവൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ ആരെയും പേടിയില്ല, ഓക്കെ വാട്ടവർ. അത് ഈഗിളും പറഞ്ഞിട്ടുണ്ട് പലവട്ടം. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും പറഞ്ഞു. ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരും പേടിയില്ലെന്ന്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ലൈവിൽ ഇതിന് മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും ദൈവത്തിനല്ല വേറെ ആരും പേടിച്ചെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്.
ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിനകത്ത് ഇന്നലെ യാതൊരുവിധ ലൈക്ക് അവൻ ഇതൊന്നും അറിയുന്നില്ല ഈകളെ. സീരിയസ്ലി ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്ക് നല്ല ലൈക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം, ഏറ്റവും കൂടുതൽ വിഷമമാണ് വന്നത്, മനസ്സിലായ എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവൻ ഇതൊന്നും ലൈക്ക് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മളെ ഏൽപ്പിച്ചേക്കാണിത്. നമ്മളിത് നല്ല രീതിക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോകും. കാരണം അവനിപ്പോൾ ഇതിനകത്തൊരു സീറോ കാര്യത്തിലാണ് അവൻ ഇതിനകത്ത് നോക്കുന്നത്. അവനിപ്പോൾ വേറെ പല കാര്യങ്ങളിലും ടെൻസ്ഡ് ആണ്, അവൻ പല കാര്യത്തിലും വറീഡ് ആണ്, അവൻ പല കാര്യത്തിലും ലൈക്ക് ബിസി ആയിരിക്കാം. പല കാര്യങ്ങളിലേക്കും അവൻ തിരിഞ്ഞ് അവൻ്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഡ്രാഗ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാം, ഈ എൻ്റെ ഒരു ലൈഫ് ഇതിനകത്ത് കൊണ്ടുതരാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരാൾ അവനാണ്. കറക്റ്റ് ഈഗിളിന് ശരത്തേട്ടൻ എങ്ങനെയാണോ അതേപോലത്തെ ഒരാളാണ് എനിക്ക് ഇപ്പോഴും അവൻ. ലൈക്ക് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഓക്കെ, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, നമ്മൾ അങ്ങനെ ഫ്രണ്ട്ലി സാധനമാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ അവൻ ഇപ്പോഴും ഒരു എന്താ പറയണ്ടേ, ഒരു എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്ന ആൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അത് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ ഒരു കാര്യം ഇന്നലത്തെ റിയാക്ഷനിലോ ഇന്നലത്തെ ഇതിലോ എനിക്ക് വേറെ ഒരു പോയിന്റിനെ പറ്റിയും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കാകെ അത്രയ്ക്കും വിഷമവും ദേഷ്യവും അങ്ങനെയുള്ള കുറെ ഫീലിങ്സ് ഇങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ട് വന്നത് ഒരേ ഒരു കാര്യം, തൊപ്പീനെ ഡ്രാഗ് ചെയ്തതിന്റെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ലിറ്ററലി അവൻ അത് കഴിഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ലൈവ് വന്നായിരുന്നു, കണ്ടായിരുന്നായിരിക്കുമല്ലോ ആരെങ്കിലും ഒക്കെ. ആ ഗീവയുടെ കാര്യം പറഞ്ഞിട്ട് അവൻ പോയി. അവൻ ഇന്നലെ ഈ സംഭവം നടന്ന പോലെ ഇന്നലെ അതുവരെ അറിഞ്ഞിട്ടില്ല. അവൻ ഇപ്പൊ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ലൈക്ക് അവൻ ഇത് കണ്ടായിരുന്നായിരിക്കുമല്ലോ ആരെങ്കിലും ഒക്കെ. ആ ഗീവയുടെ കാര്യം പറഞ്ഞിട്ട് അവൻ പോയി. അവൻ ഇന്നലെ ഈ സംഭവം നടന്ന പോലെ ഇന്നലെ അതുവരെ അറിഞ്ഞിട്ടില്ല. അവൻ ഇപ്പൊ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ലൈക്ക് അവൻ ഇത് അറിയുന്ന ഒരു സിറ്റുവേഷനിൽ അവൻ ഇരുന്ന് ലൈക്ക് എന്തിനായിരിക്കും അവൻ ആദ്യം ചിന്തിക്കുക, ഇവരെന്താണ് ചെയ്തത്, ലൈക്ക് എന്നെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ലൈക്ക് എനിക്ക് മനസ്സിലാവണല്ല. ലൈക്ക് അവന്റെ ഒരു അത് ഭയങ്കരമായിട്ട് ഞാൻ സീരിയസ് ഇവരെന്താണ് ചെയ്തത്, ലൈക്ക് എന്നെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ലൈക്ക് എനിക്ക് മനസ്സിലാവണല്ല. ലൈക്ക് അവന്റെ ഒരു അത് ഭയങ്കരമായിട്ട് ഞാൻ സീരിയസ്ലി ബ്രോ, നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. സീരിയസ്ലി ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് അപ്പുറത്ത് അല്ലെങ്കിൽ ഇന്നേ ദിവസം വരെ നല്ലതല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈവില്. പിന്നെ ഈ മറ്റേ ഇരുന്ന് നമ്മളെപ്പറ്റി സംസാരിക്കുന്നത് അത് ഈഗിൾ ബ്രോ കുറെ അധികം ക്ലിപ്സ് കാണാത്തോണ്ടാണ്. ഈഗിൾ ബ്രോ കാണാത്തോണ്ടാണ്. ലൈക്ക് ഈ തംബ്നെയിൽ ഇടുന്നതായാലും നമ്മളൊരു ഡിസ്കോഡിൽ ഇരുന്ന് സംസാരിച്ചായിരുന്നു കുറച്ചു നേരം. നമ്മുടെ ഈ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അന്ന് ഹേറ്റ് വന്ന് പറഞ്ഞ് ഈഗിൾ ബ്രോ റിയാക്ട് ചെയ്തായിരുന്നല്ലോ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില്. അപ്പൊ നമ്മൾ ഇത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ഷെയ്ക്ക് കൂടി ലൈവ് വന്ന സമയത്ത് ബ്രോ 100 താങ്ക് യു ഫോർ 100 റുപ്പീസ് സൂപ്പർ അമൽ ജോസ് ബ്രോ, ഈഗിൾ ഈസ് സോ ഇമ്മച്ചുവർ, ലാർജ് ഓഡിയൻസ് ഈസ് ടോക്സിക് ഇൻഫ്ലുവൻസ്, സോ ഹേറ്റ് ഗൈസ്. ഇതൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്കിതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ ഇമ്മച്യൂരിറ്റിയോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞെന്നുള്ളത് എനിക്ക് ആകെ കൊണ്ട ഒരു കാര്യം തൊപ്പീനെ പറഞ്ഞതാണ്. ഞാൻ വേറെ ഒന്നിലേയും എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല ഗൈസ്. നിങ്ങൾ ഈ വായിക്കുന്ന സൂപ്പർ ചാറ്റിനോ റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ഈ അയക്കുന്ന മെസ്സേജസിനെ റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. മോഡ്സ് പ്ലീസ് ഡു ദ നെസസറി തിങ്സ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നിനോടും വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ഐഡലൈസ് ചെയ്തിരുന്ന ഒരാളാണ്, സ്റ്റിൽ അങ്ങനത്തെ ആണ്. പക്ഷെ എന്നാൽ കൂടി പറയാണ് തൊപ്പീനെ ഡ്രാഗ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും അത് മാത്രം ചോദിക്കാനാണ്, അത് മാത്രം ഞാനൊരു കാര്യമായിട്ട് ഈ ലൈവിൽ സംസാരിക്കുക അല്ല, ഞാൻ എന്റെ പണി ചെയ്തിട്ട് പോകാൻ വന്നതാണ് ലൈവില്. പക്ഷെ എനിക്ക് അത് ചോദിക്കണം എന്ന് തോന്നിയത് തൊപ്പീനെ ലൈക്ക് അവനിതൊന്നും അറിയാതെ വേറെ പല കാര്യങ്ങളും എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്ന് അവനെ ഡ്രാഗ് ചെയ്ത്, അതും മറ്റേ ഒരുപാട് മറ്റേ അവന് 60,000 വ്യൂസ് വന്ന ഒന്നും ആ മറ്റേ ന്യൂഡിൽസ് ഇട്ട ലൈവിലോ അതിലൊന്നും അല്ലാന്ന് ഈഗിൾ ബ്രോയ്ക്ക് നല്ലോണം അറിയാലോ. അപ്പൊ അതിനൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവൻ ഈ 60K വ്യൂസ്. അതായത് ഞാൻ അവിടെ ചെന്ന് നിന്നത് അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അവന്റെ സ്ട്രീം കാണുന്ന സമയത്താണ് അവൻ 60K വ്യൂസ് വരുന്നത്. എനിക്കൊന്ന് മെഹറിന്റെ ഒക്കെ ലൈവ് മറ്റേ ഗ്രൂപ്പ് ലൈവ് ആ സമയത്തൊക്കെയാണ്. സോ അപ്പം ഇതിനകത്ത് ക്യാമ്പ് പോയോ വെയിറ്റാക്കടാ.
സീരിയസ്ലി പറയല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വെരി മച്ച് ഡിസപ്പോയിന്റഡ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു, അവനെ പറഞ്ഞപ്പോഴത്തേക്കിലേക്ക്. എന്തിന്? കാരണം അവൻ നമ്മളോടായാലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും നമുക്കൊരു ഹേറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളും പാടില്ല എന്നുള്ളതൊക്കെ. അതിനകത്ത് ബ്രോ ഇന്നലെ വന്ന് പറഞ്ഞു, എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ബട്ട് സ്റ്റിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ തൽക്കാലം ഒരു താല്പര്യമില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ. പിന്നെ എനിക്ക് കുറേ മെസ്സേജസ് ഇതാ എൻ്റെ ഗ്രൂപ്പുകളും DMs ഒന്നും എനിക്ക് തുറക്കാൻ പോലും വയ്യ. QR-ന്റെ അടക്കം കാര്യങ്ങൾ ലൈക്ക് എനിക്ക് വാട്സപ്പിൽ വീഡിയോസ് ആയിട്ടും ഗ്രൂപ്പായിട്ടും വന്നു. നമ്മുടെ ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് ഡൊണേഷൻസ് തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടമാണ്. ഇത് എല്ലാവരോടും കൂടി ഉള്ളൊരു മറുപടിയാണ് എനിക്ക്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ലൈക്ക് നമ്മുടെ കണ്ടന്റും നമ്മുടെ ലൈവ് സ്ട്രീമും ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ QR അടക്കമുള്ളത് ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ എത്ര കാലമായിട്ട് സ്ട്രീം ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ടുള്ളൂ ഈ QR എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഇതിൽ കയറിയിട്ട്. അത് എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ വന്നു. അതൊന്നും എനിക്ക് താല്പര്യമില്ല അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ. എനിക്ക് വേണ്ട, അത് എനിക്ക് മിണ്ടണ്ട അതിനെപ്പറ്റി. എനിക്ക് അത് 72K മനസ്സിലായി. ഞാനപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. എനിക്ക് ശരിക്കും ബാഡായത് അവനെ ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു ബ്രോ. സീരിയസ്ലി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് എല്ലാവരുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, അത് അവരവർ പറഞ്ഞോളും. എൻ്റെ പേഴ്സണൽ കാര്യം പറയാണ്. എനിക്ക് അവൻ ഈ MRCയിലെ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഗോഡ് ഫാദറിലും വലിയൊരു പൊസിഷൻ ഇരിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ഒരു കരിയർ ഒരാൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് എന്നെ. ഇപ്പോഴും അവൻ ഒരുപാട് പേർക്ക് കരിയർ കൊടുക്കാൻ എന്നെ ഞങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അവനെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഓപ്പണായിട്ട് ലൈവിൽ പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് വേറെ ഒന്നും എനിക്ക് സംസാരിക്കണ്ട. ഇന്നലത്തെ ലൈവിൻ്റെ കാര്യങ്ങളെപ്പറ്റി എനിക്ക് വേറെ ഒന്നുമേ സംസാരിക്കില്ല. അതൊന്നും എനിക്ക് സംസാരിക്കേണ്ട, അതൊന്നും വേണ്ട. നമ്മളതെല്ലാം വിട്ട് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വേറെ ആരും സംസാരിക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ എപ്പോഴും എടുത്ത് പറയാണ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ്, ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ടോപ്പിക്ക് സംസാരിക്കുന്നുള്ളൂ. ഈ 1300 വരുന്ന എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരുന്നതല്ല. ഈ 1300 പേരിനകത്ത് കോൺട്രവേഴ്സി സംസാരങ്ങൾ കാണാൻ വന്ന ആൾക്കാർക്ക് ദയവേത് തിരിച്ചു പോവാം. കഴിഞ്ഞു. എനിക്ക് തൊപ്പീനെ പറഞ്ഞത് അതിനിപ്പം ആര് പറഞ്ഞാലും എനിക്ക് കൊള്ളും, ഞാൻ തിരിച്ചു പറയും. അതിപ്പം ആര് പറഞ്ഞാലും. കാരണം അവൻ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഓൺഗോയിങ് സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവർ തമ്മിൽ സംസാരിച്ചു. ഇതൊന്നും അറിയുന്നില്ല. അവൻ ലൈവ് ഇടുന്നില്ല. അവൻ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവ് ഇടുന്നില്ല. അവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അവൻ അവൻ്റെതായ കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുള്ളൂ. മനസ്സിലായില്ലേ? അത് മാത്രമേ പറയാനുള്ളൂ. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് വേറെ ഒരു കാര്യത്തിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനിയും ഇപ്പം ഞാനീ വന്നിട്ട് സംസാരിച്ചതിനെ വ്യൂവേഴ്സും അല്ലെ വേറെ ആർക്ക് വേണമെങ്കിലും ഏതൊരു രീതിയിലും കൺവേർട്ട് ചെയ്യാം. ഇത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തന്നെ കൂട്ടിക്കോ. അവൻ്റെ കൂട്ടുകാരനാണ്, എനിക്കൊരു ലൈഫ് തന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അത് നമ്മളൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ മാറും. അത് നമ്മളങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവനെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇനി ആര് പറഞ്ഞാലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര മോശമായിപ്പോയി എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇന്നലത്തെ പ്രശ്നത്തിനൊക്കെ പറ്റി എനിക്ക് ജസ്റ്റ് ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അത് കാണാൻ വന്നവർ വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും തിരിച്ചു പോവാം. ബ്രോ താങ്ക് യു ഫോർ ദ 50 rupees UPI ബ്രദർ. QR ഉണ്ട്, QR വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഓഡിയൻസിന് ഇഷ്ടമുണ്ടെങ്കിൽ പൈസ അയക്കാം, ഡൊണേഷൻസ് അയക്കാം. ഇതുവരെ നമ്മൾ ആരും സൂപ്പർ ചാറ്റും, അതായത് നമ്മളെല്ലാം തുടക്കക്കാരാണല്ലോ. തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴല്ലേ ഞാനൊരു കുറേ അധികം ലൈക്ക് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഓക്കെ എനിക്ക് വല്യാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ. പക്ഷെ ഞാനൊക്കെ തുടക്കക്കാരനാണ്. ഈ 1000-1400 വ്യൂസൊക്കെ എനിക്ക് വരാറുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ലൈക്ക് നല്ല കണ്ടന്റ് ഉള്ളപ്പോഴേ വരാറുള്ളൂ. ഞാനൊരു ചെറിയ സാധാരണ വ്യൂവർഷിപ്പിൽ സ്ട്രീം ചെയ്ത് പോകുന്ന ഒരാളാണ്. സോ എനിക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. എനിക്കിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് PCക്ക് കിട്ടിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഫാമിലിയും ഭയങ്കര താങ്ക്ഫുൾ ആണ് അവരോട് എല്ലാവരോടും. ഞാനും എൻ്റെ അമ്മയും അടക്കം എൻ്റെ വീട്ടുകാരടക്കം ആ ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. MRC ഓഡിയൻസിനോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഈവൻ ഈ പറയുന്ന TVയുടെ ഓഡിയൻസ് വരെ ലവ് ഫ്രം TV എന്ന് പറഞ്ഞിട്ട് വന്ന് എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, UPI ചെയ്യുന്ന ആൾക്കാരുണ്ട്.
സോ ഇതിനകത്ത് എനിക്ക് യാതൊരുവിധ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം 10 വ്യൂസെങ്കിൽ 10 വ്യൂസിലും ഞാൻ ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 1400 വ്യൂസിലും ഹേറ്റ് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹേറ്റ് കാണാമെന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് തിരിച്ചു പോവാം. ഞാൻ എൻ്റെ സാധാരണ ലൈവിലേക്ക് തിരിച്ച് പോവാണ്. പിന്നെ പേരെടുത്ത് പറഞ്ഞതിന് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, പേരെടുത്ത് പറഞ്ഞ കാര്യങ്ങളെ റിയാക്ട് ചെയ്യാൻ ഇപ്പം എനിക്ക് തൽക്കാലം താല്പര്യമില്ല, വേണ്ട. എനിക്ക് പണ്ടോട്ടെ ഇഷ്ടമല്ല ഈ ലൂപ്പ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് പോകാൻ. അണ്ടിൽ ആൻഡ് അൺലെസ് ഞാൻ എന്തെങ്കിലും ഫസ്റ്റ് ട്രിഗർ ആയിട്ട് പറഞ്ഞ വരെ അങ്ങനെയാണ് ഒരു ലൂപ്പിൽ. ഇത് ഞാനൊന്നും ആരെയും പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈവ് ത്രൂ ആർക്കും ഹേറ്റും കൊടുത്തിട്ടില്ല. എൻ്റെ ലൈവ് ത്രൂ ഒരു മനുഷ്യന് ഞാൻ ഇന്ന ദിവസം വരെ ഹേറ്റ് കൊടുത്തിട്ടില്ല, ഇങ്ങോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. അതിന് എത്ര വലിയ സക്സസ്ഫുൾ ആയതിനു ശേഷമായപ്പോലും എനിക്ക് താല്പര്യമില്ല. ഈവൻ സ്വന്തം ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പോലും. ചിൽ ഗൈസ്. പിന്നെ ഇതൊക്കെ വലിയ വലിയ ഫാക്ടേഴ്സാണ്. ട്രസ്റ്റ് അത് ഇതൊക്കെ. രാജുബായുടെ ഇൻഡെഫിനിറ്റ് ബാൻ ആണിത്. അത് നമുക്ക് നോക്കാം അതെന്താ അവസ്ഥയൊന്നും ഒരു പിടുത്തം ഇല്ല. കണ്ണീരും മായും ഈ ലോകം നിന്നെ കണ്ടാലോരം നിന്നും ഞാനും. അല്ല എന്നെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. QR വെച്ചതൊക്കെ എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഐ ഡോണ്ട് സീരിയസ്ലി കുഴപ്പമില്ല. എടാ എന്നെ ഇഷ്ടപ്പെടുന്ന MRC ഓഡിയൻസ് അല്ലേ QR പൈസ അയക്കണത്. കുഴപ്പമില്ല, നിങ്ങളല്ലേ എന്നെ നാളെയും കാണേണ്ടത്. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല, വീഡിയോ എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതിനെ റിയാക്ട് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട. MRC ബ്രോ, അത്രേ ഉള്ളൂ. ഇന്ന് മാറ്റുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. തുടക്കത്തിൽ എത്ര സപ്പോർട്ട് കിട്ടിയ ഗ്യാങ്ങാണ്, അറിയാസ് ഹോൾഡിംഗ് ഗ്യാങ്ങാണോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആരും ഗ്യാങ്ങിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള അതുപോലെ തന്നെ ഇന്നലെ അവരെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഈഗിൾ ബ്രോ പ്ലീസ് കൈൻഡ്ലി നല്ലോണം ഒന്ന് ചെക്ക് ചെയ്താൽ ഇഷ്ടംപോലെ ക്ലിപ്സ് കിട്ടും ഈഗിൾ ബ്രോ. ഞാൻ അത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് പറയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കാണാത്തതാണോ എനിക്കൊന്നും അറിയത്തില്ല. ബട്ട് ഇഷ്ടംപോലെ ക്ലിപ്സ് കിട്ടും. ഒന്ന് ശരിക്കും നോക്കിയാൽ മതി. നമ്മളാരും ഞാൻ എന്തായാലും പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാങ്ങിലുണ്ടെങ്കിൽ അത് അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടായിരിക്കും. അവരെപ്പോഴാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലിപ്സ് ഞാനും കാണാറുണ്ട്. ഇന്നലെ ഫാൽക്കണിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഫാൽക്കണൊക്കെ അത്രയും ടെമ്പർ അവന് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നല്ലായിരുന്നു. നമ്മൾ മാക്സിമം പറഞ്ഞത് എന്തായാലും പോലും നമ്മൾ ഇന്നലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫാൽക്കൺ ഇതെന്ന് പറഞ്ഞു പോലും. പക്ഷേ ഇതിന് മുന്നേ ഉള്ള സിറ്റുവേഷൻസിൽ അപ്പർ സൈഡിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാൻ ഇനി ഇതിന്റെ പേരിൽ ഇപ്പം ഞാൻ ഈ ലൈവ് ഇട്ടല്ലോ, എന്തായാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മറ്റേ അറ്റം മുറിച്ചിട്ട് കൊണ്ടിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കും ഇല്ല, കട്ട് ചെയ്ത് കൊണ്ടുവിടുന്നവന്മാർക്ക്. ഞാൻ പറയട്ടെ, എന്തെങ്കിലും റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഇപ്പം സംഭവം എത്ര മിനിറ്റ് 19 T47 സ്റ്റോറി കണ്ടോന്നോ? T47 എന്തോ സ്റ്റോറി. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. നോക്കട്ടെ. എന്റെയൊക്കെ വേടാ. താങ്ക് യു സോ മച്ച് T47 ഗൈസ് ഫോർ മേക്കിംഗ് മൈ എഡിറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എടാ ഇപ്പോഴും പേടിയില്ലടാ. ഇതുകൂടെ കൊണ്ടുപോക്കോ. ഒരു മിനിറ്റ് ഞാൻ കറക്റ്റായിട്ട് നല്ലോണം കാണിച്ചില്ല നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ. ആരെഡിറ്റ് ചെയ്യുന്ന ഇന്നൊന്ന്. എടാ നിങ്ങളുടെയൊക്കെ വലിയ വലിയ സിനിമാറ്റിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, എനിക്ക് പേടിയില്ലടാ. നീ കൊണ്ട് പുഴുങ്ങി തിന്ന്. കഥകളൊക്കെ എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ പട്ടിയൊന്നുമില്ലേ ഉള്ള കാര്യം ഞാൻ പറയാം. ധൈര്യമായിട്ട് വാ. എനിക്ക് ആരും പേടിയൊന്നുമില്ല. നീയൊക്കെ ഇതോടെ കൊണ്ടുപോകും. ഞാൻ വേണം ഇച്ചിവിടെ നല്ലോണം ഇരുന്നില്ല. കഴിഞ്ഞാ മിങ്ങോണ്ട് ഇറങ്ങിയേക്കുന്നവനെ കൊണ്ട് പോയാടാടത്. മറ്റേ ഊപ്പ പിള്ളേർ എന്നെ പേടിപ്പിക്കാൻ വരുന്നു. താല്പര്യമില്ല ബ്രോ. വാഹിദ് ബ്രോ താങ്ക് യു 33.33. അഭിജിത് ബ്രോ താങ്ക് യു 100 rupees സൂപ്പർ ചാറ്റ്. T47 സ്റ്റോറി പറഞ്ഞിട്ട് എനിക്കാരും അയച്ചു കൊടുക്കട്ടെ. അവർക്ക് കുറച്ച് സ്റ്റോറി വീസ് കിട്ടാനാണെങ്കിൽ ഞാൻ വേണം സ്റ്റോറി ഇട്ട് കൊടുക്കാം. എന്നെ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ. അല്ലെ നമ്മുടെ ഏതെങ്കിലും പേജിനെ മെൻഷൻ ചെയ്യാൻ പറയാം. സ്റ്റോറിയുടെ ഫാൻ പേജിനെ കൊണ്ട് സ്റ്റോറി ഇട്ട് കൊടുപ്പിക്കും. ശരി ഗൈസ്. മറ്റേ ഈ തൊര പിടിച്ച് വന്നതാണ്, മനസ്സിലായി. ഇന്നലെ കുറെ നമ്മളെ തൊര പിടിപ്പിക്കാൻ നോക്കി. എന്തൊരു ചെയ്യാ, ഭയങ്കര ലെഗസി ഉള്ള ഗ്യാങ്ങിൽ ബാക്കി 10 പേര് 11 പേരെ ഉള്ളായിരുന്നു. 11 പേര് ഡൗൺ ആയല്ലോ. എടാ നിമ്മമാരുടെ ഡയലോഗ് അടിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഫ്ലോലെസ്
എന്ത് പറ്റി? മെയിൻ പ്ലേസ് ഒക്കെ ഡൗൺ ആയിരുന്നല്ലോ നമ്മുടെ പിള്ളേരുടെ. നമ്മൾ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ. നിങ്ങൾ എത്ര കാലത്ത് ലെഗസി എന്ന് പറഞ്ഞു? എന്താ തിരിഞ്ഞൊന്ന് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ലെഗസി എത്ര കൊല്ലത്തായിരുന്നു? ഇത്ര കൊല്ലത്തെ ലെഗസി മറ്റേ കുഴപ്പമില്ല. ആരെ ഫസ്റ്റ് പിക്ക് ആരുടെയായിരുന്നു? എനിക്ക് കേട്ടൂടാ. ഹലോ ഫസ്റ്റ് പിക്ക് ആരുടെയായിരുന്നു? അടുത്ത്? ഹലോ കിടൂനെ ഇന്നലെ ഇടിച്ചു കൊല്ലാതെ നോക്കിയിട്ടേ ഒന്നും നടന്നില്ല. മൂഞ്ചിയതോണ്ട് അടിച്ചോണ്ട് ചെറുക്കനൊക്കെ അറിഞ്ഞു കളഞ്ഞില്ല നടക്കുന്നത്. എടാ നിന്റെയൊക്കെ 11 പേരുടെ 12 പേരുടെ അടുത്ത് ഒറ്റയ്ക്ക് നിന്നിട്ട് അവൻ അടിക്കാൻ നോക്കിയിട്ട് കില്ലെടുത്തില്ല. അതൊക്കെ വലിയ കൊമ്പത്തെ ഇടിച്ചു കൊല്ലാൻ പോലും അറിയത്തില്ല. അപ്പൊ വല്ല പണി നോക്ക്. പറ്റത്തില്ല, നിൽക്കരുത്. നിന്റെയൊക്കെ 3D നമുക്കും 3D നമുക്കറിയത്തില്ല കേട്ടോ. അവന്മാര് കളിച്ച് എന്റെ പിള്ളേർ നല്ലോണം കളിച്ച് കയറി വരോടാ, കുഴപ്പമില്ലടാ. അവന്മാർക്ക് ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. അവന്മാരെ ഒന്ന് നാളത്തോടെ ഞാൻ കൊണ്ട് പൂട്ടിയിട്ട് പരീക്ഷയ്ക്ക് വിടാനൊന്നും പോകുന്നില്ല. അവന്മാർക്ക് ആവശ്യം പോലെ ഫ്രീഡം ഉണ്ട്. അവന്മാരിരുന്ന് കളിച്ചോളൂ കേട്ടോ. ഞാന് മനസ്സിലായ ഞാൻ അവന്മാരെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് മറ്റേ പരീക്ഷ കഴിഞ്ഞാൽ സിസ്റ്റം കൊടുക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. നീയൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുക കേട്ടോ. അവന്മാർ ഇന്നലെ നല്ലോണം കളിച്ച്. ഓക്കെ, ഇന്നലെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാവാൻ പോലത്തെ കുറച്ച് ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം ഫസ്റ്റ് അവന്മാർ വന്നു ഇന്നലെ തന്നെ കളിച്ച 3 പ്ലേയേഴ്സ് ഫസ്റ്റ് ഇറങ്ങുന്ന ഒരു 0 കോർഡിനേഷൻ. എന്നിട്ട് 0 കോർഡിനേഷൻ ഉണ്ടായിട്ട് പോലും കിടുവും പിക്കെടുത്തു, ചരണവും പിക്കെടുത്തു, സ്പീഡോയും നല്ലോണം കളിച്ചു. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ മെറ്റൊന്നും ഇല്ലാത്ത പ്യുവർ ടീമല്ലടാ, വിഷയമില്ല. മറ്റേ ഡ്രസ് ഷോപ്പിലെ വിഷയമൊക്കെ ഞാൻ അവിടെ ചോദിച്ചപ്പോ ഷേർസൺ ബ്രോ ഒക്കെ എന്താ കലിപ്പ് തന്നെ കേട്ടാ. എനിക്ക് വയ്യ. എടാ നിങ്ങളെ ഈ സാധനമൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം പേടിപ്പിച്ചത്. പുറത്തോട്ടൊക്കെ സ്റ്റോർ ആയിട്ട് എന്നെ പേപ്പിച്ചാൽ നിൽക്കല്ലേ. നിങ്ങളെ ഇതിന്റെ അകത്തല്ലേ ഇരുന്നു, ഞാൻ ഇതിന്റെ പുറത്ത് കുറെ കാലമായി. അതുകൊണ്ട് വിട്ടേര്.